നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നും സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ സഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുറത്ത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണെങ്കിലും അകത്ത് പാരഡി പാട്ടുകളും പലതരത്തിലുള്ള പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് ചില നാടകീയമായിട്ടുള്ള പരിഹാസം നിറഞ്ഞ ചിരി പടർത്തുന്ന ചില രംഗങ്ങൾക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. മലയാളികൾ അത് കാണുകയും ചെയ്തു. സഭാ TV അടക്കം അത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ട് ജനം ചോദിക്കുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും പാട്ടും തമാശയും ഒക്കെയാണ്, പുറത്ത് ജനങ്ങളെ പറ്റിക്കലും വിശ്വാസികളെ പറ്റിക്കലും. ഇത്തവണ സഭ കൂടുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയായിരുന്നു, ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള. ഇപ്പോഴും അവിടെ അന്വേഷണം നടക്കുകയാണ്. പല ചിത്രങ്ങളടക്കം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന പ്രതികളുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുള്ള പല ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സഭ കൂടിയപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ തന്നെ വിഷയമായി. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് രസകരമായി എന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പാരഡി ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരഡി ഗാനം. അതെല്ലാവരും ഇതിനോടകം കണ്ടു കഴിഞ്ഞു കാണും. ഒരുപാട് കോളേജുകളിലൊക്കെ തന്നെ പല ഫെസ്റ്റിവലിലും ഈ പാട്ടൊക്കെ ഇട്ട് കുട്ടികൾ കളിക്കുന്ന ഫോട്ടോസും ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് ട്രെൻഡിങ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നിയമസഭ ബജറ്റ് സമ്മേളനത്തിലും പാരഡി പാട്ടിലൂടെയും മൂർച്ചയേറിയ പരിഹാസത്തിലൂടെയും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ച് ഇപ്പോൾ ഭരണപക്ഷത്തെ താരമായിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ ഇന്ന് പ്രകോപിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി സഭയിൽ ഈ ഒരു പാട്ട് പാടിയത്. പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിയ പാരഡി ഗാനങ്ങൾക്ക് അതേ നാണയത്തിൽ മന്ത്രി നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞിരിക്കുന്നത്. നിയമസഭയിലെ ചർച്ചയ്ക്കിടെയാണ് സഭയെ ആവേശത്തിലാഴ്ത്തിയ മന്ത്രിയുടെ പ്രസംഗമുണ്ടായത്. ഈ പ്രസംഗത്തിനിടയിൽ അവിടെ ആരൊക്കെയും ഈ ഒരു പാട്ട് അവിടെ കിടന്ന് പാടുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നത്. ഇതാണ് ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വലിയ കയ്യടിയായിട്ട് ഉയർന്നത്. പലരും ഡയസിന് മുകളിൽ വലിയ കയ്യടിയാണ് ഉയർത്തിയത്. വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി ഈ വരികൾ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ആവർത്തിച്ച് പാടുന്നുണ്ടായിരുന്നത്. അത് ഏറ്റുപിടിച്ച് സഭയിലുണ്ടായിരുന്ന ഭരണപക്ഷം അത് പാടുന്നതും കേൾക്കാനായിട്ട് സാധിക്കും. അത് സഭാ TV അത് ലൈവായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിട്ട് ലക്ഷ്യമിട്ട മന്ത്രി സോണിയാഗാന്ധിയുടെ വസതിയിൽ റെയ്ഡ് നടത്തണമെന്നും അവിടെ സ്വർണമുണ്ടെന്നാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണം കട്ട പ്രതികളുമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ബന്ധം വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ഇന്ന് സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോറ്റി സോണിയയുടെ വീട്ടിൽ 2 തവണ പോയിട്ടുണ്ട്. അവരുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് എവിടത്തെ സ്വർണമാണെന്ന് പറയണമെന്നാണ് ശിവൻകുട്ടി ഇന്ന് സഭയിൽ ആവർത്തിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസംഗം പ്രതിപക്ഷത്തെ വല്ലാതെ അങ്ങ് പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളം വെച്ചെങ്കിലും ശിവൻകുട്ടിയുടെ പാരഡി പാട്ടും ആവേശകരമായ പ്രസംഗവും ഭരണപക്ഷത്തിന് സഭയിൽ മേൽക്കൈ നൽകിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികൾ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഭരണപക്ഷം ആയുധമാക്കിയതോടെയാണ് UDF കേന്ദ്രങ്ങൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയത്. മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി തദ്ദേശ മന്ത്രി MP രാജേഷും സഭയിൽ സജീവമായി. UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം സ്വർണം കട്ടത് ആരെന്ന ചോദ്യത്തിന് അടൂർ പ്രകാശിനോടാണ് ഉത്തരം തേടേണ്ടതെന്നാണ് പരിഹസിച്ചത്. അവിടെ നിന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സോണിയയുടെ വീട്ടിൽ പോയി ചോദിക്കണമെന്നും പറഞ്ഞു. സഭയിലെ ഈ പാട്ടും വാക്പോരും വലിയ ചർച്ചയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ വീഡിയോ ഇടത് സൈബർ ലോകം വലിയ രീതിയിൽ ഇപ്പോൾ ആഘോഷമാക്കുന്നുണ്ട്. പോറ്റിയെ കേറ്റിയെ പാട്ട് ഉൾപ്പെടെ പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നു. 2024-25 കാലയളവിൽ ശബരിമലയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞു. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ബഹളം വയ്ക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പ്രതിപക്ഷത്തിന് സഭ ചേരുന്നതിൽ താല്പര്യമില്ലെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പറഞ്ഞു. നാളെ സഭ ചേരുന്നത് ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ സഭ
പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് ഇരുപക്ഷവും മുദ്രാവാക്യം വിളികളും അതുപോലെ സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം സഖാക്കളാണ് അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ഇപ്പുറത്ത് ഭരണപക്ഷം കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് വളരെ നാടകീയമായിട്ടുള്ള പാരഡി പാട്ടുകൾ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു സഭാ അന്തരീക്ഷമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഏതായാലും ഇരുപക്ഷവും മുദ്രാവാക്യ വിളികളുമായി സഭയ്ക്ക് പുറത്തും പ്രതിഷേധിച്ചു. ഏതായാലും മന്ത്രിയും സഖാക്കളും അവിടെ സ്വർണം കട്ടത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ സ്വർണം കട്ട ഒന്നാം പ്രതി പോറ്റിയുടെ വീട്ടിലെത്തി അവരോടൊപ്പം ആർത്തുല്ലസിക്കുന്ന, പോറ്റിയുടെ അച്ഛൻ എന്തൊക്കെയോ സമ്മാനങ്ങൾ നൽകുന്ന, അവരുടെ കൂടെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന കടകംപള്ളിയുടെ ഓരോരോ ചിത്രങ്ങളായിട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. എന്ന് ആലോചിച്ച് നോക്കണേ, അവിടെ ആരാണ് കോൺഗ്രസ് ആണ് കട്ടത് അയ്യപ്പ എന്ന് പറയുമ്പോൾ ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ആ ഒരു മനപ്പൊരുത്തം നമ്മളൊന്ന് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു സഖാവിനെ സുപ്രീം കോടതി ഇന്ന് തൂക്കി തറയിൽ അടിച്ചിട്ടുണ്ട്. മന്ത്രി അവിടെ പാട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിക്കൊണ്ട് കോടതി ചോദിച്ചത്, വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്നാണ്. അതായത് വിശ്വാസി എന്ന് പറഞ്ഞ് ചമഞ്ഞുകൊണ്ട് ദൈവത്തെ പോലും കൊള്ളയടിച്ചല്ലോ എന്നാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ജാമ്യാർജി തള്ളുകയാണ് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണെന്നാണ് സുപ്രീം കോടതി വരെ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിനാണ് ഇവിടെ പലർക്കും, ഇപ്പോൾ ജയിലിലായിട്ടുള്ള ആളുകൾക്കും ഉത്തരമില്ലാത്തത്. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമില്ലെന്നായിരുന്നു വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ഏതായാലും ഇതേ പ്രായത്തിൽ ഇത്തരത്തിൽ കക്കാൻ കൂട്ടുനിന്നതിനെയും കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം. എന്നാൽ കേസിൽ ഇടപെടുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. 72 ദിവസമായി ജയിലിൽ കഴിയുകയാണ് എൻ വാസു. ആദ്യം ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് കോടതി തന്നെ തള്ളുകയായിരുന്നു. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിലും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കുന്നതിനാണ് സമരം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടതെന്നും MP രാജേഷ് പറഞ്ഞിട്ടുണ്ട്. തിണ്ണമിടുക്ക് ഇവിടെ കാണിക്കേണ്ട എന്നാണ് MP രാജേഷ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ പാട്ട് വി ശിവൻകുട്ടി ഏറ്റുപാടിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനോടൊപ്പം തന്നെ ഒരു പ്രതികരിക്കാൻ വി ഡി സതീശൻ ഇന്നൊരു അവസരം കൊടുത്തിട്ടില്ല. നിങ്ങളെല്ലാം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അകപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് പാടാൻ ഞങ്ങളൊരു പാട്ട് കരുതി വെച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കോ എന്നാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പ്രതിപക്ഷത്തിൻ്റെത് ശരിയായ രീതിയല്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ ബഹളം വയ്ക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിയുകയായിരുന്നു. പ്രതിപക്ഷത്തിന് സഭ നടക്കാതിരിക്കലാണ് ആവശ്യം. നാളെ നടക്കേണ്ട നടപടികൾ മാറ്റിവെക്കണം, ചൊവ്വാഴ്ച പുനരാരംഭിക്കണമെന്നും മുഖ്യമന്ത്രി സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.